ജോലിക്കായിട്ട് എത്ര നാളായി? ഇപ്പൊ ജോലിയിൽ കയറിയിട്ട് ഏകദേശം 10-15 വർഷത്തോളം. 15 വർഷമായിട്ട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഇപ്പൊ ജോലിയിൽ കയറിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. ഇപ്പൊ താമസിക്കുന്ന ഒരു വീടും പിന്നെ വണ്ടികളും മാത്രമാണുള്ളത്. പക്ഷെ എനിക്കിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താമസിക്കുന്ന വീടും വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്നൊരു മിക്ക ആൾക്കാരും എന്താണെന്ന് അറിയോ, ഞാൻ ജോലി കിട്ടി വീട് വാങ്ങി, കാർ വാങ്ങി, അത് നമുക്കൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല, റിട്ടേൺ ഇല്ല. അതിന്ന് വീട് താമസിക്കാം, വാഹനം ഉപയോഗിക്കാം. എന്റെ ചോദ്യം, ഷെയ്റിന്റെ 16 വർഷത്തെ ജീവിതത്തില് ഒരു നാളെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഇൻകം ജനറേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് പെയ്ഡിലൂടെ ഇല്ല, അതിന് മുന്നേ എനിക്ക് ഉണ്ടായിട്ടില്ല, ഇൻകം ഉണ്ടായിട്ടില്ല. കാരണം കിട്ടുന്നതിൽ നിന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രധാന കാരണം എന്താ ഞാൻ എനിക്ക് തോന്നുന്ന ആസ്പെക്ട് പറയാം. അതായത് ഇത്തരത്തിൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റിനെ കുറിച്ച് അറിയില്ല. അതറിയില്ല. ഒന്നാമത്തെ കാരണം അറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒരുപാട് നമ്മുടെ ജീവിത ചെലവ് കഴിഞ്ഞിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരുപാട് മാറ്റി വെക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ല. ഈ 2 കാരണങ്ങളാണ് നമുക്കൊരു പുതിയ അസറ്റ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത്തരത്തിൽ നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. അങ്ങനെ 3 കാരണങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഉണ്ടായിട്ടുള്ളത്. പുതിയ ഒരു ഇൻകം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാതിരുന്നതിന്റെ കാരണം അതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അത്തരത്തിലൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ സാലറി എന്നത് കൂടാതെ ഇനി സാലറി ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാവുന്ന, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിന് ശേഷവും ഒരു പെൻഷൻ കൂടാതെയും പെൻഷൻ അല്ലാതെയും എനിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അസറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ബാധ്യതകളൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ ആ ബാധ്യതകൾ നീക്കിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബാധ്യതകളും മാറ്റി നമുക്കൊരു സ്ഥിരമായി, അതായത് എൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് മാത്രമല്ല, എനിക്ക് ശേഷം എൻ്റെ മക്കൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പൊ ഇവിടെ ഷെയ്ന ടീച്ചറെ പോലെ തന്നെ ഒരുപാട് ടീച്ചർമാരുണ്ട്, കിട്ടുന്ന ആ ശമ്പളത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്, വേറെ നീക്കി വെക്കാനൊന്നുമില്ല. പക്ഷെ അവിടെയാണ് ഫിനാൻഷ്യൽ അഡ്വൈസറെ കുറവുള്ളത്. ഇങ്ങനെ നിന്നിരുന്ന ഷഹീനയ്ക്ക് ഇന്ന് 2 റിസോർട്ട് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റി അല്ലെ? എങ്ങനെ? അപ്പൊ അവിടെയാണ് നമ്മുടെ പേയ്മെന്റ് മെത്തേഡും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് അത് വാങ്ങിക്കാനുള്ള ഒരു വഴി നിങ്ങൾ കാണിച്ചു. ശരിയല്ലേ? ഇന്ന് ഈ വർഷം ജോലി പോയാലും ഇല്ലെങ്കിലും അടുത്ത കൊല്ലം ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തേക്കാൾ ഇരട്ടി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് സ്വന്തമായി കഴിഞ്ഞു. പക്ഷേ ഇത് മിക്ക ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിനോ പറഞ്ഞു കൊടുത്താൽ അവർക്കിത് മനസ്സിലാവില്ല. ഷെയ്ന, എന്താണ് അവരോട്